മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 19-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 19. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയിക്കഴിഞ്ഞു. പ്രീസന്മാരും യഹൂദ പ്രമാണികളും ഈശോയെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്കതിന് ധൈര്യമുണ്ടായി. സമൂഹം മുഴുവൻ ഈശോയെ ബഹുമാനിച്ച് സ്നേഹിച്ചതിനാൽ പൊതുജനം എതിർക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. സമൂഹത്തിൽ നിന്ന് സ്നേഹ ബഹുമാനാദികൾ കിട്ടണമെന്ന് അനേകർ ആഗ്രഹിക്കുന്നു, പക്ഷെ ലഭിക്കുന്നില്ല. ഇതിന് കാരണം എന്താണ്? മറ്റുള്ളവരെ കരുതുന്നവരെ മാത്രമേ ലോകം സ്നേഹിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങൾക്ക് മുൻപിൽ സ്വന്തം സുഖ സൗകര്യങ്ങൾ ബലി കഴിക്കുവാൻ ഈശോ തയ്യാറായിരുന്നു. സമൂഹത്തോട് താൻ താതാത്മ്യം പ്രാപിച്ചിരുന്നു. സമറിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ സ്വന്തം ഭക്ഷണക്കാര്യം പോലും താൻ അവഗണിച്ചു. ശിശുക്കളെ ഈശോയുടെ സമീപത്ത് കൊണ്ടുവന്ന മാതാപിതാക്കളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച ശിഷ്യന്മാരെ ഈശോ ശാസിച്ചു. അതെ, മാതാക്കളെയും പിതാക്കളെയും അത് സന്തോഷിപ്പിച്ചു. മരുഭൂമിയിൽ വന്നു ചേർന്നവരുടെ വിശപ്പിനെ പറ്റി ഈശോ ബോധവാനായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഈശോ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഈജിപ്തിലെ സുഖജീവിതത്തെക്കാൾ ഇസ്രായേൽ ജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നത് വലുതായി കരുതിയ മോശയെ മാനിക്കുവാനും അനുസരിക്കുവാനും ജനം തയ്യാറായി. ആഫ്രിക്കൻ ജനതയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡേവിഡ് ലിവിങ്സ്റ്റണെ അവർ സ്നേഹിച്ചു ബഹുമാനിച്ചു. മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കണമെങ്കിൽ അവർക്കായി നാം സ്വയം ത്യജിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിത സുഖം ത്യജിക്കുന്നതിനാൽ മക്കൾ അവരെ സ്നേഹിക്കുന്നു. നമ്മോട് ഇടപെടുന്ന എല്ലാവർക്കും നന്മ വരുവാൻ ആഗ്രഹിക്കുകയും അവരെ കരുതുകയും ചെയ്താൽ അവർ നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും. നമ്മുടെ സ്വയത്തേക്കാൾ വലിയ ജീവിത ലക്ഷ്യം ഉണ്ടായിരിക്കും. കരുതലും സ്നേഹവും കൊടുത്താൽ സഹകരണം ലഭിക്കും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.